ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. കലേഷ് കുമാറെ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോളിസി എല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ക്യൂൻ വിക്ടോറിയ 10 കോടി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പക്ഷെ പ്രീമിയം എത്രയും പെട്ടെന്ന് അടയ്ക്കണം. കഴിയുമെങ്കിൽ നാളെ തന്നെ. വൈകിയ ചിലപ്പോ സായിപ്പിന്റെ മനസ്സ് മാറിയാലോ? അയ്യോ, അയാളുടെ മനസ്സ് മാറാൻ പാടില്ല. അത് കലേഷിന്റെ ഉത്തരവാദിത്വം. കാശ് ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം. ശരി മാഡം. ശരി. ഭൂമിയിൽ ഇങ്ങനെയുണ്ടോ വന്നോത്തികള്? ഇല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ അവളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. അല്ലെങ്കിൽ ലോകത്താരെങ്കിലും ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കോ? മുഴുവൻ സ്വത്തും കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കണോന്ന്. അത് പോട്ടെ, സ്വത്തും മുതലും ഒന്നും ഒരു വിഷയമല്ല. അത് പോയാലും നാളെ നിങ്ങൾക്കുണ്ടാക്കാം. അതുപോലെയാണോ ഈ രണ്ടാമത്തെ കണ്ടീഷൻ? നിങ്ങൾക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായോ? അതും അവളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ദത്ത് തരുന്നതിന്. ലോകത്ത് സ്വബോധമുള്ള ആര് കേട്ടാലും ഈ എഗ്രിമെന്റ് അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ? ദേ, പറയുമ്പോ ആദ്യം മോനൊന്നും തോന്നരുത്. ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവൾ ചെയ്യുന്നതല്ല. അവളോടും അവളുടെ കുഞ്ഞിനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാ. അവൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അതുപോലെയാണോ ഇവളുടെ കാര്യം? ഇവള് ചെറുപ്പമല്ലേ? നിങ്ങൾക്ക് ഇനിയും ഒരു ജീവിതമില്ലേ? ഇങ്ങനൊരു എഗ്രിമെന്റ് അവളോട് വെച്ചാൽ തീർന്നില്ലേ എല്ലാം? അപ്പൊ ഇത് ഞാൻ ഊഹിച്ചത് തന്നെയാ. നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാനുള്ള കുതന്ത്രം ഇത്. നിങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാക്കുന്നത് കൂടി അവർക്ക് സ്വന്തമാക്കാമല്ലോ. ബുദ്ധി ആരുടേതായാലും അപാരം തന്നെ. പക്ഷെ എനിക്ക് ആ കുഞ്ഞിനെ വേണം അമ്മേ. മോളി, നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. എനിക്ക് ഈ കുഞ്ഞിനെ തന്നെ വേണം. എന്തിന്? പൂജ, നീ ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കില്ലേ? കളിപ്പാട്ട കടയിന്ന് എനിക്ക് ഈ പാവ തന്നെ വേണോന്ന് വാശി പിടിച്ച് കരയുന്ന കൊച്ചു കുട്ടിയല്ല നീ ഇപ്പോ. ശരിയാ, നിന്റെ കുഞ്ഞു മരിച്ചുപോയി. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന ആദ്യത്തെ അമ്മയൊന്നും അല്ല നീ. നീയും ഞാനും ഇവനും രാവണൻ കോട്ട കെട്ടി സംരക്ഷിച്ചിട്ടും ആ കുഞ്ഞിനെ നിനക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനോ? അത് നീ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. പറ്റില്ല. ഈ കാര്യം മാത്രം ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല. അതിന് ഏത് ദൈവത്തിന്റെ തീരുമാനമാണെങ്കിലും. മോളെ, അമ്മ വെറുതെ വാശി പിടിക്കരുത്. വെറുതെ ഈ കുഞ്ഞിനെ തരാന്ന് അമ്മ ചേച്ചി പറഞ്ഞപ്പോ അമ്മയാ ഒരു കാര്യമില്ലാതെ കുഴപ്പമുണ്ടാക്കിയത്. ലീഗലി അഡോപ്ഷൻ നടത്തണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടല്ലേ ആമ ചേച്ചി ഈ പുതിയ നിബന്ധനകളൊക്കെ വെച്ചത്. കൈ കിട്ടിയ കുഞ്ഞിനെ അമ്മയായിട്ടല്ലേ ഇല്ലാതാക്കിയേ? എന്നാര് പറഞ്ഞു? ഞാനിത് പറഞ്ഞില്ലായിരുന്നു എങ്കിലും അവൾ ഈ നിബന്ധനകൾ വെക്കുമായിരുന്നു. കാരണം അവളുടെ ഉദ്ദേശം വേറെയാ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് നിന്റെ വിവരക്കുറവ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്റെ കുഞ്ഞോ? ഭ്രാന്ത് പറയല്ലേ പൂജ. ഭ്രാന്തല്ല. നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല, കേൾക്കുകയില്ല. ഇതിനൊരു തീരുമാനം പറയേണ്ടത് ഇനി നീയോ ഞാനോ അല്ല, ഇവനാ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് ഇവൻ സമ്മതിച്ചാ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ആദി പറയില്ല. ആദിന്നല്ല, ആണായി ഭൂമിയിൽ പിറന്ന ഒരുത്തനും നിന്റെ ഈ വട്ടിന് കൂട്ടു നിൽക്കില്ല.
സ്വന്തം പൗരുഷം പണയപ്പെടുത്തി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി ഇനിയും ഇവൻ നിന്റെ കാവൽക്കാരനായി നാണം കെട്ട് ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? ഈ ഭൂലോകത്ത് ഇന്ന് വരെ ആരും കേൾക്കാത്ത ഒരു പ്രണയത്തിന്റെ പേരും പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം ഇവൻ എടുത്താൽ അതിവന്റെ വിധി. എന്ത് വേണമെന്ന് നീ ആലോചിക്ക്. നന്നായിട്ട്, വളരെ നന്നായിട്ട് ആലോചിക്ക്. എന്നിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞാ മതി. നീ പറയുന്നത് എന്താണെങ്കിലും ഞാൻ അനുസരിക്കാം. എന്താ പോരെ? തനിക്ക് വാ തുറന്നു പറയായിരുന്നില്ലേ അത് ആമ ചേച്ചിയുടെ കുഞ്ഞല്ല എന്റെ കുഞ്ഞാന്ന്? അപ്പൊ താൻ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്റെ കുഞ്ഞിനെ ആയുഷ്കാലം താൻ തന്റെ പെങ്ങൾക്ക് തീരെഴുതി കൊടുത്തതല്ലേ? താൻ എന്തൊന്നും മിണ്ടാത്തെ? താൻ നാവറങ്ങിപ്പോയോ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. തന്നെ പോലൊരു നയവഞ്ചകനെയാണല്ലോ ഞാൻ ഇത്രയും കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്. എനിക്ക് പെണ്ണോട് തന്നെ പുച്ഛം തോന്നുന്നു. എന്തിനാടോ, എന്തിനാ താൻ എന്നെ മോഹിപ്പിച്ച് ചതിച്ച്? പൂജ, പൂജ ഞാനൊന്നും പറയുന്നില്ല. പൂജ